അതെന്താ ഈ നടുക്ക് നിൽക്കുന്ന പിക്ചറിൽ ഫാമിലി ഫോട്ടോ വെക്കാതെ ഉൾട്ട അടിച്ചേ? നടുക്കുള്ള ഫോട്ടോയിലല്ലേ നിങ്ങൾ 4 പേര് വരണ്ടേ? ആ ഫോട്ടോയെ വെക്കണ്ടെന്ന് വെച്ചതാ. അതെ. കാരണം അതിനകത്തൊരു സൗന്ദര്യം ഇല്ല. ആർക്ക്? ലക്ഷ്മിക്ക്. ഇത്രയും ഭംഗിയായിട്ട് എന്റെ ഭാര്യ സൗന്ദര്യം ഇല്ലാത്ത ഫോട്ടോ ഞാൻ ഒരിടത്ത് വെക്കത്തില്ല. എന്നിട്ട് സൈഡിൽ അത് ഞങ്ങള് 4 പേര് ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒന്നും ഇല്ലടി. ഇത് തന്നെ മൊബൈലിനകത്ത് അമ്പലത്തിലൂടെ പോയി ക്യാഷ് എടുക്കുക. ഇത് രാവിലെ നമ്മളന്ന് വന്നപ്പോ ഇത് എത്ര BHK? 3 BHK. ആർക്കൊക്കെ 3? ഒന്ന് നിങ്ങക്ക് 2 പേർക്കും, ഒന്ന് അടിക്കുമ്പോ 2 പേര് 2 റൂമിൽ കിടക്കാൻ, ഒന്ന് പിള്ളേർക്ക്. അങ്ങനെയാണോ? എങ്ങനെയാ പ്ലാൻ? ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം. പ്ലാൻ വല്ലതും ഉണ്ടോ? അല്ല, എന്റെ അടുത്ത് ചേച്ചി എപ്പോഴും പറയും ഇവിടെ ഒന്ന് താമസിക്കാനൊക്കെ. ഈ മനുഷ്യൻ ഇവിടെ നിൽക്കാറുണ്ടോ? ഞാനല്ലേ ചേച്ചിയുടെ കൂടെ കൂടുതൽ ഇപ്പൊ സമയം ഈ ഫ്ലാറ്റൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എവളായിരുന്നു. എന്ത് ചെയ്യാതാ? എന്തുവാ പാലാജിന് ഒരാഴ്ച മുന്നേ മൊത്തം അതൊന്നും ഇവിടെ ലക്ഷ്മിയുടെ ഒരു അനിയത്തിയെ പോലെ ഒരു അടിമയായി അവളോടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ സ്നേഹം ഉണ്ടോ ചോദിക്കേ? ഞാനൊക്കെ സ്നേഹം കാണിക്കുന്നു, എന്തെങ്കിലും കാണിക്കും. ഇവര് തമ്മിൽ പ്രേമമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. എന്റെ പെണ്ണുമ്പിള്ളെ വളച്ചോണ്ട് പോലാൻ പോരാ പരിപാടിയൊക്കെ. അതെന്റെ മിടുക്ക്. നമ്മളെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതായത് ഇത് ഈ പരുവത്തിലാക്കി തന്ന ഒരു സുഹൃത്തിനെ എനിക്ക് ഈ കൂട്ടത്തിൽ പരിചയപ്പെടുത്തണം കേട്ടോ. അതുകൊണ്ട് അതാണ് എനിക്ക് ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു 14-15 ദിവസം സമയമുണ്ട്. അതായത് നീ കണ്ടയാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയാണ് ഇത് മൊത്തം ഈ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത്. പുള്ളി ഒന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും പുള്ളിയുടെ. അപ്പൊ ഇതിനകത്ത് സെറീന ആക്ച്വലി സ്പെഷ്യലായിട്ട് എനിക്ക് പുള്ളിയെ പരിചയപ്പെടുത്താം. അജയരാജ് എന്നാണ് പേര്. ഇറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണറാണ്. അവരാണ് ആർക്കിടെക്ട്സ് നമ്മുടെ മെയിൻ. അപ്പൊ ഇതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഇതേതോടെ നന്ദി പറയാനുള്ള മറ്റൊന്നും കൊണ്ടല്ല, ഒരു 14 ദിവസം സമയം നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ? ടോട്ടൽ പ്ലാനിങ് ഉൾപ്പെടെ നമ്മളൊരു 20 ദിവസം എടുത്തത്. 5 ദിവസം ഡിസൈനിങ്ങിനും ബാക്കി 14 ഡേയ്സ് വർക്കിന് വേണ്ടി. അതായത് നിങ്ങൾ കണ്ട ഇതിങ്ങനെ കിടന്നതല്ല, ഇത് ആക്ച്വലി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ വാങ്ങിയത് തന്നെ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് വാങ്ങിയത്. ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയിട്ട് പിന്നെ ഇത് പൊളിക്കണം. സംഭവം പ്ലെയിൻ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണിയാൻ കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇവരുടെ തന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് അല്ലാതൊരു വീഡിയോ ഇടാം. അതായത് അങ്ങനെ ഈ പൊളിക്കുന്നത് എടുക്കുന്നത് ഇങ്ങനെ 1 day 1 day 2 day 3 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നീ ഉൾപ്പെടെ പല ആൾക്കാരും വന്നുകൊണ്ട് ഫ്ലാറ്റിന്റെ അസോസിയേഷനെ പലരും പണി തീരുമോ